നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കത്ത് വിവാദത്തിൽ CPM-ന് ഉത്തരം മുട്ടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിഷേധിക്കാൻ അവരുടെ പക്കൽ ഒന്നുമില്ലെന്നും അവഗണിക്കുക, അസംബന്ധമെന്ന് പറയുക എന്ന കുബുദ്ധിയാണ് CPM സ്വീകരിച്ചിരിക്കുന്നതെന്നും KPCC പ്രസിഡന്റ്. അജിത് കുമാറിന്റെ കേസിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും സണ്ണി ജോസഫ്. കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ആന ചരിഞ്ഞത്. നിരവധി ആരാധകരുള്ള പ്രശസ്തനായ നാടൻ ആനയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. കേരളത്തിലെ പല പ്രശസ്തരും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ആനയായിരുന്നു അയ്യപ്പൻ. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് സ്ഥിതിക്ക് കാരണം. ഇതാകട്ടെ ഇവിടെയെത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു. കത്ത് വിവാദത്തിൽ CPM-ന് ഉത്തരം മുട്ടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിഷേധിക്കാൻ അവരുടെ പക്കൽ ഒന്നുമില്ലെന്നും അവഗണിക്കുക, അസംബന്ധമെന്ന് പറയുക എന്ന കുബുദ്ധിയാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ പദ്ധതിക്കായി വന്ന ഫണ്ട് വകമാറ്റി ചെലവഴിച്ച് CPM നേതാക്കന്മാരുടെയും സ്വന്തക്കാരുടെയും കൈകളിലേക്ക് എത്തിയെന്ന ഗൗരവമേറിയ ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. ഇതിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകണമെന്നും സണ്ണി ജോസഫ് കോട്ടയത്ത് പറഞ്ഞു. അജിത് കുമാറിൻ്റെ കേസിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും അജിത് കുമാർ RSSുമായിട്ടുള്ള പാലമാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. CPM അതിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. അവരുടെ പാർട്ടി പ്രവർത്തകൻ തന്നെ കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിൽ ഹാജരാക്കിയ രേഖകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ആ രേഖകളിലും അതിലുന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളും നിഷേധിക്കാൻ CPM പാർട്ടിക്ക് കഴിയില്ല. നിഷേധിക്കാൻ അവരുടെ പക്കൽ യാതൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെ അവഗണിക്കുക, ഇത് അസംബന്ധം എന്ന് പറയുക എന്ന ഒരു കുബുദ്ധിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് വിലപ്പോവില്ല. ജനങ്ങൾക്ക് നന്നായിട്ടറിയാം CPM-ൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ കലാപം, അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുള്ള അഴിമതി, അതേപോലെ തന്നെ വൻകിട പണക്കാരെ പാർട്ടിയെ സ്വാധീനിക്കുന്നു, പാർട്ടി തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു, പാർട്ടി ഫയലുകൾ പുറത്തു പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതിനൊരു ഉത്തരം പറയണം. സംശയത്തിൻ്റെ വലിയ നിഴലിലാണ്, അല്ലെങ്കിൽ പ്രതിസന്ധിയിലാണ് CPM ഇപ്പോൾ പെട്ടിട്ടുള്ളത്. മന്ത്രിമാരൊക്കെ സംശയത്തിന് നിഴലിലാണോ? സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഗുരുതരമായ ആക്ഷേപമാണ്. സർക്കാരിൻ്റെ പദ്ധതിക്കായിട്ട് വന്ന ഫണ്ട് വകമാറ്റി ചെലവഴിച്ച് CPM നേതാക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരുടെ കൈകളിലേക്ക് എത്തിയെന്ന ഗൗരവമേറിയ ആക്ഷേപം ഉന്നയിച്ചിട്ട് അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനെ സംബന്ധിച്ച് അന്വേഷണവും നടപടികളും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ. വിഷയത്തിൽ സർക്കാർ വീണ്ടും സംരക്ഷണം നൽകുകയാണ്. ഇപ്പോൾ CPയുടെ സംസ്ഥാന സെക്രട്ടറി പോലും LDF-ൽ കൂടിയാലോചന നടക്കുന്നില്ല, ഇങ്ങനെ IPSകാരെ അഴിച്ചുവിടാൻ പറ്റുന്ന നിലപാടാണ് എടുക്കുന്നത്. അജിത് കുമാറിൻ്റെ കേസിൽ തിരുവനന്തപുരത്തെ കോടതി വിധി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു തവണ വായിക്കുമെങ്കിൽ അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കും. എന്താണ് ആ കോടതി വിധിയുടെ ഉള്ളടക്കം? നീതിയെ ചവിട്ടി മെതിച്ചു എന്നാണ്, ചവിട്ടി അരച്ചു എന്നാണ് അതിലെ വിധിവാചകം. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അനുമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഹോമിന് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി സമർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ബന്ധപ്പെട്ട വകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ കണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു വികസനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഭരണ നടപടിയുടെയോ റിപ്പോർട്ട് സമർപ്പിക്കുന്ന പോലെയല്ല. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ്റെയും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും അഴിമതി സംബന്ധിച്ച്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അനധികൃത സ്വത്ത് സമ്പാദനം, ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപമാണ് വിജിലൻസ് അന്വേഷണത്തിന് വിധേയമായത്. ആ അന്വേഷണത്തിലെ തീർപ്പ് മുഖ്യമന്ത്രി തന്നെയാണ്. പ്രതി തന്നെ വിധികർത്താവാകുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു രംഗമാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ വിധിന്യായം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വ്യക്തമായ സൂചനയാണ്. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം, ഭീതിയില്ലാതെ പ്രീതിയില്ലാതെ തൻ്റെ മുൻപിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി ആ സത്യപ്രതിജ്ഞാ വാചകങ്ങൾ ലംഘിച്ചിരിക്കുന്നു. കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ആന ചരിഞ്ഞത്. നിരവധി ആരാധകരുള്ള പ്രശസ്തനായ നാടൻ ആനയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ.
ഏത് മനസ്സിന്റെയും അകക്കോണിലും കുടിയിരിക്കുന്ന നിലയ്ക്കാത്ത വികാരത്തിന്റെ തികവാർന്ന ആനരൂപം വരികയാണവൻ. ആണായി പിറന്നവനും ആനയായി പിറന്നവനും ഒരുപോലെ ആഗ്രഹിക്കുന്ന സർവ തികവുമഴിഞ്ഞ അഴകിന്റെ നിറകുടം വരികയാണ്. അളവ് കാട്ടി വീമ്പ് പറയുന്നവരെ അഴകു കാട്ടി കൊതിപ്പിക്കുന്ന ഒരേ ഒരു ഐരാവതസവൻ, തിരുവിതാംകൂർ ഗജശ്രേഷ്ഠൻ, സാക്ഷാൽ രാജഹസ്തിന കൗസ്തുഭം ഗജോത്തമ തിലകം ഐരാവതസവൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ. നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനേ നീ എന്നയ്യനയ്യപ്പൻ. സഖ്യപുത്രന്മാരെ താഴത്തും തലയിലും വയ്ക്കാതെ താലോലിക്കുന്ന ആനപ്രേമികളുടെ ശ്വാസമായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഈരാറ്റുപേട്ട പരവൻപറമ്പിൽ കുടുംബത്തിൻ്റെ സ്വന്തമായ അയ്യപ്പൻ കോടനാട് ആനക്കളരിയിൽ നിന്നും അവസാനമായി ലേലം വിളിക്കപ്പെട്ട ആനകളിൽ ഒരുവനാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ രാത്രി തിടമ്പ് വരെ അയ്യപ്പൻ്റെ ശരീര സൗന്ദര്യത്തിനുള്ള അംഗീകാരമായി അയ്യപ്പനെ തേടിയെത്തി. കോടനാട് ആനക്കളരിയിൽ അവസാന ലേലം വിളിയിലൂടെ ഈരാറ്റുപേട്ട പരവൻപറമ്പിൽ വെള്ളുക്കുന്നേൽ വീട്ടിലെത്തിയ ആരാം എന്ന കൊച്ചു കുറുമ്പനാണ് പിന്നീട് ആനപ്രേമികളുടെ മനസ്സിനെ മോഹിപ്പിക്കുന്ന വശ്യ സൗന്ദര്യമായ ഈരാറ്റുപേട്ട അയ്യപ്പനായി മാറിയത്. പരവൻപറമ്പിൽ വെള്ളുക്കുന്നേൽ കുഞ്ഞൂഞ്ഞുചേട്ടൻ എന്ന ജോസഫ് തോമസും ഭാര്യ ഈത്താമ്മയും ചേർന്നാണ് ആരാമിനെ വാങ്ങാൻ തീരുമാനിക്കുന്നത്. 1977 ഡിസംബർ 20 ലേലത്തിലെടുക്കുമ്പോൾ അയ്യപ്പന് 7 വയസ്സിനടുത്ത് മാത്രമായിരുന്നു പ്രായം. കുറുമ്പ് കാട്ടി നടന്ന കുഞ്ഞിക്കൊമ്പൻ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനാകാൻ അധികകാലം വേണ്ടി വന്നില്ല. ഉത്സവകാലം കഴിഞ്ഞ് അയ്യപ്പൻ ഈരാറ്റുപേട്ടയിൽ എത്തുന്ന നാൾ ഇഷ്ടക്കാർക്കൊക്കെ ഉത്സവമാണ്. ശാന്ത സ്വഭാവം, കൊഴുത്ത കറുത്തിരുണ്ട ശരീരം, അമരം കമിഞ്ഞും നീണ്ട വാലും ഒത്തത്തുമ്പിയും കൊമ്പും, ചെവിയുടെ താഴ്ഭാഗത്തും വായുകുംഭത്തിന് താഴെയുമായി ഭംഗിയോടെ വിന്യസിക്കപ്പെട്ട മതകരി, എടുത്ത കൊമ്പുകൾ, ഭംഗിയുള്ള കണ്ണുകൾ, ഇതൊക്കെ അയ്യപ്പൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന ലക്ഷണങ്ങളെല്ലാം അയ്യപ്പനിൽ തികഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ തിരുനക്കര പൂരത്തിലും ഈരാറ്റുപേട്ട അയ്യപ്പൻ എത്തിയിരുന്നു. രോഗങ്ങളെ തുടർന്ന് 4 മാസത്തോളമായി ചികിത്സയിലായിരുന്നു അയ്യപ്പൻ. കുറച്ചുകാലം മുൻപ് തളർന്നു വീണ് ഈരാറ്റുപേട്ട അയ്യപ്പന് പലപ്പോഴും തനിയെ ഏൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ദൃശ്യ ന്യൂസ്. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി മാറി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണം. ഇവിടെയെത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബ്ലോക്കിൻ്റെയും പ്രവർത്തിച്ചു വരുന്ന പഴയ ബ്ലോക്കിൻ്റെയും ഹോസ്റ്റലുകൾ, പ്രിൻസിപ്പൽ ഓഫീസ്, മറ്റ് അനുബന്ധ ഓഫീസുകളുടെ പരിസരങ്ങളും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ്. ഇതാകട്ടെ പലവിധ അപകടങ്ങൾക്കും കാരണമാണ്. വെള്ളപ്പാറ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും സാന്നിധ്യമേറെയാണ്. പ്രതിദിനം ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് ജനങ്ങൾക്ക് ഇത് ഏറെ അപകടകരമാണ്. രോഗികളുടെ കൂട്ടിയിരിപ്പുകാർ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെയായി പുറത്തിറങ്ങുമ്പോൾ ഇഴജന്തുക്കളെ പതിവായി കാണുന്നതായും പറയുന്നു. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരം ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാട് മൂടിക്കിടക്കുക. കാരണം ഇവിടുത്തെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ബിൽഡിങ്ങുകളുടെയൊക്കെ പരിസരമൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, മൊത്തം കാട് കയറിയിട്ട്. ഒന്നാമത് ഇത് വനമാണ്, പാമ്പായി, മ്ലാവായി, ഇപ്പം ചെന്നായി വരെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഇവിടെ വരുന്ന രോഗികൾ, രാത്രിയും പകലുമൊക്കെ ആയിട്ട് വരുന്ന രോഗികൾ ഈ മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവിടെ ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വിട്ടാൽ തന്നെ ഒരു പകുതി സമാധാനമാവും. ഇത് ഒന്നാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ കരാറുകാർ ആണ് ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിനും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തെ പോലും അട്ടിമറിക്കുന്നത്. അവരും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഈ നിർമ്മാണം നടക്കുന്ന പരിസരമൊക്കെ വൃത്തിയാക്കിയിടുവാനും കാട് വെട്ടിത്തെളിക്കുവാനും അവരും കൂടെ മുൻകൈ എടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് നടന്നു പോകുമ്പോഴും സമാന അവസ്ഥയാണുള്ളത്. ആശുപത്രിയുടെ പരിസരം ശുചിത്വമുള്ളതായി പരിപാലിക്കുന്നതിൽ അധികൃതർക്ക് വൻ വീഴ്ചയാണ് ഉണ്ടാകുന്നത്. ദൃശ്യ ന്യൂസ് ഇടുക്കി. പാലാ കളരിയാമാക്കൽ പാലം അപ്രോച്ച് റോഡിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ പുരോഗതി. സാമൂഹിക പ്രത്യാഘാത പഠന സംഘം ഭൂ ഉടമകളുടെ ഹിയറിംഗ് നടത്തി.
പാലാ നഗരസഭാ പ്രദേശത്ത് മീനച്ചിലാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന കളരിയാമാക്കൽ കടവ് പാലത്തിന് സമീപനപാത നിർമ്മിക്കുന്നതിനുള്ള നടപടികളുടെ പ്രഥമഘട്ടമായ സാമൂഹിക പ്രത്യാഘാത പഠന വിലയിരുത്തൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായുള്ള പൊതു തെളിവെടുപ്പാണ് പൂർത്തിയായത്. സമീപനപാതയ്ക്കായി 2010 13.39 കോടി രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. ഇതേ തുടർന്ന് ഭൂവുടമകളും നഗരസഭയും മീനച്ചിൽ പഞ്ചായത്തും അഭ്യർത്ഥിച്ചതിനെ തുടർന്നുള്ള ഇടപെടലിലാണ് 2013 കേന്ദ്ര ചട്ടപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് മുന്നോടിയായുള്ള പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പാലാ മുനിസിപ്പാലിറ്റി മീനച്ചിൽ ഗ്രാമപഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കാനും ഈ പ്രദേശത്തുള്ളവർക്ക് ഏറ്റവും വളരെ പ്രയോജനപ്രദമായ രീതിയിൽ യാത്ര ചെയ്യാൻ സൗകര്യമുള്ളൊരു സ്ഥലമാണ് കളരിയാമാക്കൽ പാലം. ഇത് ഏതാണ്ട് ഒരു 11 വർഷമായിട്ട് ഈ ഒരു അവസ്ഥയിൽ നിലനിൽക്കുകയാണ്. ഈ അടുത്ത നാളിൽ ജോസ് കെ മാണി MP-യുടെ നേതൃത്വത്തിൽ ഇതിന് വേണ്ട ബാക്കി നടപടികൾ സ്വീകരിക്കുകയും മുന്നോട്ട് ഞാൻ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ 7 മാസമായി. 7 മാസം മുമ്പ് ഞാൻ ആദ്യമേ അന്വേഷിച്ച കാര്യവും ഈ കളരിയാമാക്കൽ പാലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അന്ന് റവന്യൂ ബി എന്നൊരു ഓർഡറിന് വേണ്ടിയിട്ട് അന്ന് PWD അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ അടുത്ത നാളിൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഇതിൻ്റെ ആഘാത പഠനത്തിന് വേണ്ടി 2014 പാലം പണി പൂർത്തിയായെങ്കിലും 16 ഗവൺമെൻറ് മാറിയത് മൂലമാണ് അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കാതെ പോയത്. ആദ്യഘട്ടമെന്ന നിലയിൽ കടപ്പാട്ട് റൂട്ട് 12 മൈൽ വരെ റോഡിൻ്റെ പണി പൂർത്തിയാക്കി സുന്ദരമായ റോഡ് പണി പൂർത്തിയാക്കിയതാണ്. അതിനുശേഷം ഗവൺമെൻറ് മാറി 19 പുതിയ മാണസാർ മരിക്കുകയും പുതിയ MLA വരികയും ചെയ്തതിനു ശേഷം MLA യാതൊരുവിധ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല. MLA പറയുന്നത് ഒരാൾ സൗജന്യമായിട്ട് ഭൂമി തരാമെന്ന്. ആ വ്യക്തിക്ക് ഈ റോഡ് പോകുന്ന വഴിയിൽ ഒരു തുണ്ട് ഭൂമിയില്ല. പിന്നെ പരമേശ്വരൻ നമ്പൂരി കേസ് കൊടുത്തെന്ന് പറയുന്നു. കേസ് കൊടുത്തതും ചോദിക്കാതെ ഭൂമിയിൽ കയറിയതിൻ്റെ പുറത്താണ്. ഉചിതവും അർഹതപ്പെട്ടതുമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുകയാണ് പഠന റിപ്പോർട്ടിൻ്റെ ലക്ഷ്യം. ഇതിനായി കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പൂവരണി വില്ലേജിലെ 9 സർവേ നമ്പറുകളിലായുള്ള 5 ഭൂ ഉടമകളിൽ നിന്നായി 32.919 സ്ഥലമാണ് സമീപനപാതയ്ക്കായി മാത്രം ഏറ്റെടുക്കുക. ഭൂ ഉടമകൾ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടുണ്ട്. സമീപനപാത നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പിനാണ് ചുമതല. പൊൻകുന്നം റോഡിലെ 12 മൈൽ ഭാഗത്തു നിന്നും സമീപനപാത വരെയുള്ള ഭാഗം കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന കിഫ്ബി ഫണ്ട് വഴിയാണ് നടപ്പാക്കുക എന്നും ഇതിനായുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നടന്ന ഹിയറിംഗിൽ പാലാ ഭൂമി ഏറ്റെടുക്കൽ സ്പെഷ്യൽ തഹസിൽദാർ ബിനു സെബാസ്റ്റ്യൻ, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ MJ ഷൈബി, മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാജപൂത്താനി, TB ബിജു, സണ്ണി വെട്ടം, രാജഗിരി കോളേജ് ഡെവലപ്മെൻറ്റ് ഓഫീസർ CP ബിജു, റിസർച്ച് അസോസിയേറ്റ് NS അഭിജിത്ത് ലാൽ എന്നിവരും ഭൂ ഉടമകളായ വത്സമ്മ കളരിയാമാക്കൽ, G പ്രഭാകരൻ നായർ ആലപ്പാട്ട്, ഷൈൻ തോമസ് പന്തലാടിക്കൽ, ആൻ്റണി ജോസഫ് ഊട്ടുകുളം എന്നിവരും പങ്കെടുത്തു. ന്യായമായ നഷ്ടപരിഹാരം കിട്ടിയിരുന്നില്ല. സർക്കാർ നേരത്തെ നിശ്ചയിച്ചിരുന്ന പൊന്നുവില, അത് നമ്മുടെ റെക്കോർഡുകളിൽ കാണിച്ചിരിക്കുന്ന വിലയാണ് അന്ന് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ ഭൂമി വിട്ടുകൊടുക്കാനായിട്ട്, പൊതുപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി വിട്ടുകൊടുക്കാനായിട്ട് വളരെയേറെ വിമുഖത പാലിക്കുകയും അതോടൊപ്പം തന്നെ വലിയ വലിയ പദ്ധതികൾക്ക് ഒരുപാട് സ്റ്റേ വരികയും പദ്ധതികൾ നിശ്ചലമാവുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് 2013 ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയിട്ടും 2013 ലാർ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നിലവിൽ വരികയും ഭൂമി ഏറ്റെടുക്കലിന്. ദൃശ്യന്യൂസ് പാലാ. അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ നിസാറിന് നാട് വിട ചൊല്ലി. രാവിലെ ചങ്ങനാശ്ശേരി പഴയപള്ളി ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം 100 കണക്കിന് പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംവിധായകരായ തുളസീദാസ്, വിനയൻ, ജോണി ആൻ്റണി, നടന്മാരായ വിജയരാഘവൻ, കോട്ടയം നസീർ, നടി ഷാലു മേനോൻ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സിനിമാ രംഗത്തെ നിരവധി സാങ്കേതിക പ്രവർത്തകരും തങ്ങളുടെ പ്രിയ സംവിധായകന് യാത്രയേകാൻ എത്തിയിരുന്നു. 26 സിനിമകൾ സംവിധാനം ചെയ്ത നിസാർ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നുള്ള ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലിരിക്കെയാണ് വിട പറഞ്ഞത്.
പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ വന്യജീവി ആക്രമണ വിമുക്ത മേഖലയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. നിയോജക മണ്ഡലത്തിൽ എരുമേലി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ നിർമ്മാണം പൂർത്തീകരിച്ച സൗരോർജ്ജ തൂക്കുവേലികളുടെ ആദ്യഘട്ട ഉദ്ഘാടനം മൂക്കൻപെട്ടിയിൽ നിർവഹിക്കുകയായിരുന്നു MLA. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും മനുഷ്യജീവനും കാർഷിക വിളകളും സംരക്ഷിക്കുന്നതിനുമായി സംസ്ഥാന വനം വകുപ്പിന്റെ പ്ലാൻ ഫണ്ട്, കൃഷിവകുപ്പ് മുഖേന RKVY ഫണ്ട്, നബാർഡ് ഫണ്ട് എന്നീ ഫണ്ടുകൾ സംയോജിപ്പിച്ച് 7.34 കോടി രൂപ അനുവദിച്ചാണ് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 30 കിലോമീറ്ററോളം വരുന്ന വനമേഖല പൂർണ്ണമായും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി സുരക്ഷിതമാക്കുന്നതെന്ന് MLA പറഞ്ഞു. ഒന്നാം ഘട്ടമായി കോയിക്കക്കാവ് മുതൽ പായസപ്പടി വരെ 9.5 കിലോമീറ്ററും മഞ്ഞളരുവി മുതൽ പാക്കാനം വരെ 3.7 കിലോമീറ്ററും തൂക്ക് സൗരവേലികൾ സ്ഥാപിച്ചു. കിടങ്ങ്, ഹാങ്ങിങ് ഫെൻസിംഗ്, സോളാർ ഫെൻസിംഗ് എന്നിവ സ്ഥാപിച്ച് വന്യജീവി ആക്രമണം പൂർണ്ണമായും പ്രതിരോധിക്കുന്ന കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലമായി പൂഞ്ഞാറിനെ മാറ്റുമെന്നും MLA പറഞ്ഞു. കൊമ്പുകുത്തിയിൽ നിന്നും നിരന്തരമായി വന്യജീവി ആക്രമണത്തിൻ്റെ ഭീഷണി ഉയരുകയാണ്. അപ്പം ഇതിൻ്റെ രൂക്ഷതയെക്കുറിച്ച്, ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, ഇതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് എന്താണ് പരിഹാരം? 2 പരിഹാരമേ ഉള്ളൂ. ഒരു പരിഹാരം നമ്മളിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പരമാവധി പ്രതിരോധ സംവിധാനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് കയറുന്നില്ല എന്നുറപ്പുവരുത്തുക. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. രണ്ടാമത്തെ പരിഹാരം നിയമത്തിൽ ഭേദഗതി വരുത്തി. ഇപ്പോൾ നമ്മൾ വന്യജീവികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്താകമാനം ഒരു നിയമമുണ്ട്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ആ ആക്ട് പ്രകാരം ഒരു വന്യജീവിയെയും ഉപദ്രവിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ വന്യജീവി ആക്രമണ വിമുക്തമാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ മണ്ഡലത്തിലെ ഒരാളും വന്യജീവി ആക്രമണം മൂലം മരിക്കാൻ ഇടവരാൻ പാടില്ല. ഈ മണ്ഡലത്തിലെ ഒരു കൃഷിഭൂമിയിലെ ഒരു കൃഷിക്കാരൻ്റെ ഒരു മൂട് ചീനി പോലും വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ആഗ്രഹം മുൻനിർത്തിയാണ് ഈ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇതിൻ്റെ പരിപാലനം, അക്കാര്യത്തിൽ ജനങ്ങളോട്, എനിക്ക് ജനപ്രതിനിധികളോട് പ്രത്യേകിച്ചും നിർദ്ദേശിക്കാനുള്ളത്, നമ്മൾ ആന വരുമ്പോഴേ കാറി നിലവിളിച്ചുകൊണ്ട് വരും, കാട്ടുപന്നി വരുമ്പോഴും വരും. പക്ഷേ ഈ വെക്കുന്ന വേലി ഉപയോഗപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ അതിൻ്റെ പരിപാലനം നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികളോടും പറയുകയാണ്, 1 കിലോമീറ്ററിന് ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കണം. ആ ജാഗ്രതാ സമിതി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ 1 കിലോമീറ്റർ ഭാഗത്തെ വേലി സന്ദർശിച്ച്, അല്ലെ ഹാങ്ങിങ് ഫെൻസിങ് സന്ദർശിച്ച് അത് സുരക്ഷിതമായി അവിടെ ഉണ്ടെന്നും അതിൽ കമ്പൊന്നും ഒടിഞ്ഞു വീണ് തകർന്നില്ലെന്നും മരം വീണ് തകർന്നില്ലെന്നും വള്ളിപ്പടർപ്പ് കയറി ഉപയോഗക്ഷമമായില്ലെന്നും അതിൻ്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെന്നും യഥാവിധി അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് once in a week, once in a while അല്ല, once in a week ഈ ജാഗ്രതാ സമിതി പരിപാലിക്കണം. അത് മുഴുവൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമുക്കിപ്പോൾ നാട്ടിൽ പോലീസുണ്ട് എന്ന് പറഞ്ഞ് ഓരോ വീട്ടിലും വന്ന് മോഷ്ടാക്കൾ വരാതെ പോലീസിന് കാവൽ നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഓരോ മേഖലയിലും വന്ന് ഫോറസ്റ്റുകാർക്ക് കാവൽ നിൽക്കാൻ പറ്റില്ല. അവരുടെ സേവനം ആവശ്യമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സണ്ണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പ്രഫുൽ അഗ്രവാൾ, വനംവകുപ്പ് എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാൽ, കോരുത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി സാബു, ജനപ്രതിനിധികൾ, കൃഷി ഓഫീസർമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി. ചങ്ങനാശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് ചമ്പക്കരയ്ക്ക് സുഹൃത്തുക്കളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആദരം. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആദര സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കറുകച്ചാലിലെ വൃക്ഷ പരിസ്ഥിതി സംരക്ഷണ സമിതിയും സുഹൃത്ത് സംഘവും ചേർന്നാണ് ചങ്ങനാശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് ചമ്പക്കരയ്ക്ക് ആദരവൊരുക്കിയത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആദര സദസ് ഉദ്ഘാടനം ചെയ്തു. ജോസ് ചമ്പക്കരയ്ക്ക് അദ്ദേഹം
ഉപഹാരം കൈമാറി. ചമ്പക്കര സുഭാഷ് സ്കൂളിന് എതിർവശത്ത് ലൈബ്രറി കൗൺസിൽ വക സ്ഥലത്ത് ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും അതിനായി സംസ്ഥാന സർക്കാർ ബജറ്റ് വിഹിതമായി 1,20,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കൂടുതൽ ഗ്രന്ഥശാലകളെ മെച്ചപ്പെട്ട രീതിയിൽ ഉയർത്താനും കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഇടപെടൽ തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നും ലൈബ്രറി കൗൺസിലിൻ്റെ പുതിയ നേതൃത്വത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ അടുത്തറിയാൻ കഴിയുന്ന ഒരാളിനെ ആദരിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. പുസ്തകം ഇഷ്ടം പോലെ കൊണ്ടു കൊടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ വായനാശീലത്തെ കുട്ടികളെ എത്തിക്കാൻ നിരന്തരമായൊരു ഇടപെടലുണ്ടായെങ്കിൽ മാത്രമേ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പുസ്തകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ പലപ്പോഴും തിരുവനന്തപുരത്ത് കണ്ട കാഴ്ച, മക്കളെ വിളിച്ചുകൊണ്ട് കയ്യെ പിടിച്ച് നേരെ ഏറ്റവും മുന്തിയ റെസ്റ്റോറൻറ്റിൽ വന്ന് മക്കൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷകർത്താക്കളെ കാണാറുണ്ട്. ഇത്ര എൻ്റെ ജീവിതത്തിനിടയിൽ മക്കളെ കൊണ്ട് ലൈബ്രറി വരുന്ന ഒരു രക്ഷകർത്താവിനെ പോലും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ പറയുന്നൊരു കാര്യമാണ്. അജി കാരുവാക്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും വൃക്ഷവൈദ്യനുമായ കെ ബിനു, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് രഞ്ജി രവീന്ദ്രൻ, രാജേഷ് കൈടാച്ചിറ, ബിജു എബ്രഹാം, എം ഇബ്രാഹിം കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാമണി രാജേന്ദ്രൻ, ജോൺസൺ ജോൺ, ഡോക്ടർ ഗിരീഷ് ചമ്പക്കര, പ്രസന്നകുമാർ, മനോജ് പനക്കവയൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ചമ്പക്കര മ്യൂസിക് ക്ലബ് അംഗങ്ങളുടെ സംഗീത നിശ്ചയം നടന്നു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കോട്ടയത്ത് നടന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ പന്തൽ പൊളിക്കാൻ നീക്കം. MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനിടെയാണ് പോലീസ് സമരപ്പന്തൽ പൊളിച്ചു നീക്കാൻ ശ്രമിച്ചത്. സംഭവം പോലീസ് സമരപ്പന്തൽ പൊളിച്ചു നീക്കാനായി എത്തിയതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടന പ്രസംഗം നിർത്തി. പന്തൽ പൊളിക്കാൻ ഓർഡർ ഉണ്ടോ എന്നും ആശാപ്രവർത്തകരായതുകൊണ്ടാണോ പോലീസിന്റെ കിരാത നടപടിയെന്നും MLA ചോദിച്ചു. പന്തൽ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ അവർ പിന്മാറുകയായിരുന്നു. തൊഴിലാളി സമരങ്ങളുടെ പേരിൽ അധികാരത്തിലിരിക്കുന്ന CPM സർക്കാരാണ് സ്ത്രീ തൊഴിലാളികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്നും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും MLA പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു പന്തൽ പൊളിക്കണമെന്ന് പറയുന്നത് സ്ത്രീകളായതുകൊണ്ടാണോ അവരുടെ അനീതി കാണിക്കാം എന്ന് തീരുമാനം എടുക്കുന്നത്? അങ്ങനെയാണ് കളക്ടറേറ്റിനകത്തിരിക്കും, ഇവിടുത്തെ പോകില്ല. അത് കൊള്ളാം, എടുത്തോട്ട് പോകും, ഇത് കൊണ്ടുപോകും, ഈ സാധനം കൊണ്ടുപോകും. ഇതാരുടെയാ? അല്ല, എന്റെ കൂടെ വന്നവരുണ്ട്, അവരെടുത്ത് തട്ടുമല്ലോ, ഇതെടുത്തോട്ട് പോകും. അനിയക്ക് വാ, ഇങ്ങ് വാ, ഇത് പൊക്ക്. നിങ്ങൾ കൂടെ ഒരു കൈയൊന്ന് താങ്ങി കൊടുക്കെ, അതുവഴി ഒന്ന് പോട്ടെ. കൊണ്ടുപോ. ഒരു അനീതി കാണിക്കുന്നതിന് അതിൽ വേണ്ടേ? എന്നാൽ കളക്ടറേറ്റിന് മുന്നിൽ പന്തൽ കെട്ടിയുള്ള സമരത്തിന് കോടതി വിലക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് പന്തൽ പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടത്. MLA ഉദ്ഘാടനത്തിനായി എത്തുന്നതിന് മുമ്പ് തന്നെ പന്തലിന്റെ തകിട് ഷീറ്റുകൾ ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നാലെ ഉദ്ഘാടനത്തിനായി MLA എത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായത്.
ഹൈക്കോടതിയിലേക്ക് ഇവരെ എല്ലാവരും കൂടെ കൂട്ടി കൈവരേക്ക് വെച്ച് ഹൈക്കോടതി കൊണ്ട് കൊടുക്കാവുന്നത് ഇല്ലല്ലോ. ഹൈക്കോടതി വന്നിട്ടില്ലല്ലോ. ഹൈക്കോടതി കേസ് നടത്തുന്ന വക്കീലന്മാരല്ലേ നടക്കും. അതെ, ഹൈക്കോടതി ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മല്ലപ്പള്ളി ആനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ആനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു കർഷക ദിനാചരണം. ആനിക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കർഷക ദിന സമ്മേളനം ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കർഷകരെ ആദരിച്ചു. ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് അലിക്കുഞ്ഞ് അധ്യക്ഷനായിരുന്നു. ദേശീയ നീർത്തട വികസന പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി എം പിള്ള, കൃഷി ഓഫീസർ സമീറ ഷെറീഫ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മോളിക്കുട്ടി സിബി, ഡെയ്സി വർഗീസ്, ദേവദാസ് മണ്ണൂരാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുധികുമാർ, ലൈല അലക്സാണ്ടർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് മാത്യു, പ്രേംസി സി, പ്രമീള വസന്ത് മാത്യു, ശാലിനി CS, ലിൻസിമോൾ തോമസ്, സുജ H, വിജയലക്ഷ്മി, മാത്യൂസ് കല്ലുപുര, കാർഷിക വികസന സമിതി അംഗങ്ങളായ അബ്ദുൾ ഷുക്കൂർ, ഉഷ പ്രസന്നൻ, ലിൻസൺ P. ജോൺ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജിജി വർഗീസ്, അജിമോൻ PM, സീനിയർ കൃഷി അസിസ്റ്റന്റ് KK ബൈജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. ലോക ഫോട്ടോഗ്രാഫി ദിനം. 6.5 പതിറ്റാണ്ട് കാലമായി ഫോട്ടോഗ്രാഫി രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന കുടുംബത്തിലെ 3ാം തലമുറയിൽപ്പെട്ട സിനു എന്ന പെൺകുട്ടിയെ പരിചയപ്പെടാം. പുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ട് പകച്ചു നിന്നുപോയ തൊഴിൽ മേഖലയാണ് ഫോട്ടോഗ്രാഫി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ നിന്ന് കളറിലേക്കും പിന്നീട് ഡിജിറ്റലിലേക്കും കടന്ന ഫോട്ടോഗ്രാഫിയിൽ പകച്ചുപോയി ഫോട്ടോഗ്രാഫർ. കട്ട് ഫിലിമിൽ നിന്ന് 120 ഫിലിമിലേക്കും പിന്നീട് 36 ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിലേക്കും അവിടെ നിന്ന് കളർ ഫിലിമിലേക്കും അതിനുശേഷം കൂടുതൽ ചിത്രങ്ങൾ എടുക്കാൻ പറ്റുന്ന മെമ്മറി കാർഡുള്ള ഡിജിറ്റൽ ക്യാമറയിലേക്കും അതുതന്നെ മിറർലെസ് ക്യാമറയായി പുറത്തു വരുമ്പോഴും ആ മാറ്റങ്ങളിലെല്ലാം പകച്ചു നിൽക്കാതെ 1955-60 കാലഘട്ടത്തിൽ തലയോലപ്പറമ്പിൽ വേലായുധൻ ചേട്ടൻ ഫീൽഡ് ക്യാമറയിൽ ഫോട്ടോയെടുത്ത് ഇരുട്ടുമുറികളിൽ ഫിലിം ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് അടിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും മക്കളായ വേണുവും ബാബുവും കളർ ഫിലിം ഉപയോഗിച്ച് പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ബാബുവിൻ്റെ മകൾ 3ാം തലമുറയിൽപ്പെട്ട സീനുമോൾ 8ാം വയസ്സിൽ അച്ഛൻ്റെ കൈപിടിച്ച് സ്റ്റുഡിയോകളിലും ഡാർക്ക് റൂമുകളിലും കയറിയിറങ്ങി. അച്ഛൻ വർക്കിന് പോകുമ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്തു കൊടുത്തും പ്രാവീണ്യം നേടിയ സിനുമോൾ പിന്നീട് കമ്പ്യൂട്ടറിലും ഡിജിറ്റൽ ക്യാമറകളിലും ഫോട്ടോ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ അസുലഭ നിമിഷങ്ങൾ രാപ്പകലില്ലാതെ മികച്ച ചിത്രങ്ങളാക്കി ഡിജിറ്റൽ ആൽബങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിനോടൊപ്പം മാന്യമായി തൊഴിലെടുത്ത് ഒരു കുടുംബം കെട്ടിപ്പടുക്കുവാനും തൻ്റെ മാതാപിതാക്കളെയും ചേർത്ത് പിടിക്കാനും സീനുവിന് കഴിയുന്നു. എൻ്റെ പേര് ബാബു.
ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ അച്ഛൻ ഫോട്ടോഗ്രാഫറായിരുന്നു. അച്ഛൻ തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനമാണ് ഇത്. ഏകദേശം ഒരു 65 വർഷമായി കാണും എൻ്റെ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട്. അച്ഛൻ ഇപ്പം ഇല്ല. അച്ഛൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാനും അച്ഛനെ സഹായിക്കാനും അച്ഛൻ്റെ കൂടെ ക്യാമറ ചുമക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ഞാനും പതിയൊരു ഫോട്ടോഗ്രാഫറായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. പിന്നെ എനിക്ക് 2 പെൺകുട്ടികൾ. പിന്നെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് മറ്റു തൊഴിലേക്ക് വിടാണെന്നില്ലാതെ ഞാൻ വിചാരിച്ചു എൻ്റെ തൊഴിൽ തന്നെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുമായിരുന്നു എൻ്റെ ഇളയ മോളെ. മൂത്തയാൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. പുള്ളിക്കാരി ഇപ്പോൾ നേഴ്സാണ്. അപ്പോൾ ഞാൻ മോളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു 8ാം ക്ലാസ് മുതൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം മോൾ ഔട്ട്ഡോർ വർക്കിന് പോകും, എഡിറ്റ് ചെയ്യും, ആൽബം ചെയ്യും, എല്ലാ തൊഴിലും ചെയ്യും. എനിക്കൊരു നല്ല സഹായം. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വിശ്രമ ജീവിതത്തിലാണ്. എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ഫീൽഡ്. അതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് സ്റ്റുഡിയോ ഇട്ട് തന്നത്. അച്ഛൻ്റെ സ്റ്റുഡിയോ തലയോലപ്പറമ്പിലായിരുന്നു. 21ാമത്തെ വയസ്സിൽ എനിക്ക് സ്വന്തമായിട്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തായ ഇടവട്ടത്ത് ഒരു കവലയുണ്ട്. അവിടെ തന്നെയാണ് എനിക്ക് സ്വന്തമായിട്ട് അച്ഛൻ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്ത് തന്നത്. ഇപ്പൊ 14 വർഷമായി നല്ല രീതിയിൽ പോകുന്നു. തൻ്റെ 3 വയസ്സുകാരി മകളും തന്നോടൊപ്പം അടുത്ത തലമുറയുടെ ഭാഗവാക്കാക്കി തൻ്റെ ചുറ്റും നടക്കുന്നുണ്ടെന്ന് സീനുമോൾ ദൃശ്യാന്യൂസിനോട് പറഞ്ഞു. തലയോലപ്പറമ്പ് ഇടവട്ടം വേണുനിവാസിൽ സീനുവിന് അച്ഛൻ തൻ്റെ 21ാമത്തെ വയസ്സിൽ ബാബു സ്റ്റുഡിയോ എന്ന പേരിലുള്ള പ്രസ്ഥാനം ജീവിതമാർഗമായി ഇട്ടുകൊടുത്തപ്പോൾ കൂടെ അഞ്ജലി എന്ന പെൺകുട്ടിയെയും കൂട്ടി സധൈര്യം മുന്നോട്ട് പോവുകയാണ്. യൂണിഫോം ധരിച്ച് ഇവർ 2 പേരും വിവാഹരംഗങ്ങൾ ചിത്രീകരിക്കാൻ വീടുകളിലേക്ക് എത്തുമ്പോൾ 2 പെൺകുട്ടികൾ ചിത്രങ്ങൾ പകർത്തുന്നത് ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയുമാണ് ആളുകൾ നോക്കിക്കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ വർക്കിനും പോകുന്നത്. ഞങ്ങൾ ഇതുപോലെ തന്നെ യൂണിഫോം ഇട്ടുമാണ് എല്ലാ വർക്കിനും പോകുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കും ഇതെന്നെ യൂണിഫോം. ആൾക്കാർക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം ഞങ്ങളെ. അതുകൊണ്ട് കൂടിയൊക്കെയാണ്. ഭർത്താവും മകളും മാതാപിതാക്കളും സീനുവിന് ചുറ്റും തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ പുതിയ വർണ്ണങ്ങളും കാഴ്ചകളും അഭ്രപാളികളിൽ പകർത്തുവാൻ തിരക്കിട്ട യാത്രയിലാണ് സീനുമോൾ ഇപ്പോൾ. ദൃശ്യന്യൂസ്, വൈക്കം. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും കാർഷിക വികസന സമിതിയുടെയും ഇക്കോ ഷോപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കർഷക ദിനാചരണം. സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ണുമായിട്ടുള്ള ജൈവ ബന്ധമാണ്. അപ്പം ആ ബന്ധം യഥാർത്ഥത്തിൽ നന്നായി ഊട്ടിയുറപ്പിച്ച് മുൻപോട്ട് പോയ ഒരു കാലത്തിൻ്റെ തലമുറ നമ്മളോടൊപ്പം ഉണ്ടായി. പിന്നീട് കുറേ അന്യം പുതിയ കാലത്തിലെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിൽ കിട്ടാൻ പോകുന്ന വലിയ നിധി പ്രതീക്ഷിച്ചാണ് അവർ ആ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം പ്രായമുള്ളവരായി മാറും. കൃഷി ഏറ്റെടുക്കാനുള്ള യുവാക്കൾ നാട്ടിൽ ഇല്ലാതെ പോകും. അന്യസംസ്ഥാനത്ത് നിന്ന് ആളുകൾ വന്ന് കൃഷി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രയാസകരമായൊരു കാര്യങ്ങളിലൊന്ന് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഭക്ഷണത്തിന് നാളുകളിൽ നമ്മൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ നമ്മൾ തയ്യാറായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS റംല ബീഗം അധ്യക്ഷയായിരുന്നു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീകല ഹരി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA ആന്ത്രയോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സലകുമാരി കുഞ്ഞമ്മ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിമി എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനു ബിനോയ്, NM ജയലാൽ, മുഹമ്മദ് ഷിയാസ്, ചന്ദ്രലേഖ PC, CV തോമസ് കുട്ടി, മുഹമ്മദ് അൽസാഫ്, CDS ചെയർപേഴ്സൺ പ്രീത ഓമനക്കുട്ടൻ, കൃഷി ഓഫീസർ ഡോക്ടർ അനിൽ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. ശ്രീ NM ശ്രീ CM മത്തായി,
ശ്രീ എ അംബേദ്കർ അവർ. ആദരവ് നൽകുന്നത് ഡോക്ടർ എൻ ജയരാജ് MLA അവർ. അടുത്തതായി മികച്ച തേനീച്ച കർഷകരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ന്യൂസ് ബ്യൂറോ ചങ്ങനാശ്ശേരി. നെടുകുന്നം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. നെടുകുന്നം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കാർഷിക വികസന സമിതിയുടെയും സഹകരണ ബാങ്കുകളുടെയും ദേശസാൽകൃത ബാങ്കുകളുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു കർഷക ദിനാചരണം. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് മാത്രമാണ് ആദായകരവും നിശ്ചയിക്കുക. ആദായകരം എന്നൊരു വാക്കിലേക്ക് അങ്ങ് പോയി. അതിനപ്പുറത്തൊരു ജീവിതത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു കാഴ്ചപ്പാട് കൃഷിക്ക് നഷ്ടപ്പെട്ടു പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ജീവിത ഉപാധിക്കപ്പുറത്തേക്ക് മറ്റുള്ളതൊക്കെയാണ്, അതൊക്കെ വ്യവസായത്തിൻ്റെ പേരിൽ പറയുന്നത്. ഇതല്ല, ഇതൊരു വലിയ ആത്മബന്ധമാണ് നമ്മളുമായിട്ടുള്ളത്. നമ്മളൊക്കെ ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാം ഇഷ്ടംപോലെ റബ്ബർ വെട്ടാതെ കിടക്കുക, കാട് പിടിച്ച്. അതിനകത്താണ് നമ്മുടെ മറ്റേ പന്നി താമസിക്കുന്നത്. അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ. ഈ ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. അതെല്ലാം പന്നി ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം ഇതെല്ലാം കൂടി ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ സത്യത്തിൽ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരണം. ഒന്നുകിൽ ഇത് കാട് വെട്ടിക്കളയണം. എൻ്റെ ചുറ്റുവട്ടമുണ്ട് ഈ സാധനം. അതായത് കാടായിട്ട് കിടക്കുകയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. അതിനകത്ത് എല്ലാ ക്ഷുദ്രജീവികൾക്കും വന്ന് താമസിക്കാം. അതുകൊണ്ട് അത് ആരെയും ദ്രോഹിക്കാനല്ല, പക്ഷേ ഇനിയും സർക്കാരോ പഞ്ചായത്തോ മുൻകൈ എടുത്തിട്ട് കാട് വെട്ടുക, എന്നിട്ട് നികുതിക്കകത്തോട്ട് ആ പൈസ ഇവിടെ അടയ്ക്കുക. അതേ മാർഗമുള്ളൂ, അല്ലാതെ വേറെ സംവിധാനമില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യ പ്രഭാഷണം നടത്തി. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM ഗോപകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു വർഗീസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിനിമോൾ ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലതാ ഉണ്ണികൃഷ്ണൻ, സൗമ്യമോൾ OT, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോ ജോസഫ്, വീണ ബി നായർ, മേഴ്സി റെൻ, രവി വി സോമൻ, പ്രിയ ശ്രീരാജ്, ജോസഫ് മാത്യു, ശ്രീജ മനു, KN ശശീന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിമി എബ്രഹാം, കൃഷി ഓഫീസർ ഡോക്ടർ അനിൽ സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. ക്ഷണിക്കുന്നു. മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ രാജൻ K ചെറിയാൻ പ്ലാൻ ചെയ്ത് വരുന്നു. കഠിനാധ്വാനത്തിന്റെ പര്യായമായ നെടുകുന്നം ഹണിബി ഗ്രൂപ്പ് അംഗം കൂടിയായ ശ്രീ രാജൻ K ചെറിയാനെ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് സ്വീകരിക്കും. മികച്ച തേനീച്ച കർഷകനുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ജിൻസി ജേക്കബിന്റെ കൃഷിയിടത്തിനും വീടിനും ഒരേ വൃത്തിയാണ്. ചെയ്തു വരുന്ന ശ്രീമതി ജിൻസി ജേക്കബ് ഇട്ടിക്കലിനെ അന്തരിച്ച ഞങ്ങളുടെ മുൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായ മികച്ച കർഷകനുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പശുപരിപാലനം, അസോള കൃഷി, ഫലവൃക്ഷ കൃഷി, സുഗന്ധവ്യഞ്ജന കൃഷി എന്നീ കൊള്ളുന്നു. തന്റെ ജോലിക്കിടയിലും ലഭിക്കുന്ന സമയം മുഴുവൻ കൃഷിയിലും ആയി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ ചങ്ങനാശ്ശേരി. കറുകച്ചാൽ അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ ഓഫീസ് കറുകച്ചാൽ മേഴ്സി ആശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. നെടുകുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ മൂല്യങ്ങൾക്കും ജനാധിപത്യ പുരോഗമനാശയങ്ങൾക്കും നേരെ വലിയ വെല്ലുവിളികൾ ഉയർന്നുവരുന്ന സമയത്ത് അംബേദ്കറിൻ്റെ ഓർമ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ടെന്ന് അവർ പറഞ്ഞു. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് VR രാജു അധ്യക്ഷത വഹിച്ചു. ദളിത് സമൂഹത്തിൻ്റെ
തൊഴിൽ, സാമൂഹ്യ സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതോടൊപ്പം തുടക്കം കുറിച്ചതായി അദ്ദേഹം പറഞ്ഞു. വൈസ് ചെയർമാൻ NK അശോകൻ, സെക്രട്ടറി TJ തങ്കപ്പൻ, ട്രഷറർ MG രാജു, മോഹനൻ, KV G മണി, മധു, ഗോപിനാഥ്, TK സോമൻ, PK സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. SC വിഭാഗങ്ങളുടെ എല്ലാ ഉന്നമനത്തിലും ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കണമെങ്കിൽ നമുക്കൊരു ആസ്ഥാനം ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി ഓഫീസ് കെട്ടിടം ലഭിക്കുകയും പ്രവർത്തനം വളരെ ശക്തമായി കറുകച്ചാലിൽ നിന്നല്ല തൊട്ടടുത്ത എല്ലാ പ്രദേശങ്ങളിലേക്കും ചങ്ങനാശ്ശേരി താലൂക്ക് മുഴുവൻ, കോട്ടയം ജില്ല മുഴുവൻ വ്യാപിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്യും. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.